വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ CSIR നെറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ ജൂൺ 3-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയമുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ തീർച്ചയായും ഈ ദിവസങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്യുക. അവസാനത്തെ ദിവസത്തേക്കൊന്നും വെച്ചേക്കരുത്. CSIRൻ്റെ ഒക്കെ കാര്യമാണ്. നമ്മുടെ സൈറ്റൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 23-ാം തീയതി ആ മുഹൂർത്തത്തിന് കാത്തു നിൽക്കാതെ അതിന് മുമ്പ് തന്നെ എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫീസൊക്കെ അടച്ച് സുരക്ഷിതരായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തെ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. ഞാൻ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയുന്നതാണ്. അത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറുടെ ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജൂൺ 23-ാം തീയതി വരെയുള്ള സമയത്തേക്ക് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളത്. കാരണം എന്തെങ്കിലും കാരണത്താൽ സൈറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ സമയം നീട്ടി തരത്തില്ല. അങ്ങനെ ഉണ്ടായ ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണയാണെങ്കിലും ചില ആൾക്കാർക്ക് വൈകുന്നേരമൊക്കെ നോക്കിയ സമയത്ത് സൈറ്റ് ഹാങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. സോ അതുകൊണ്ട് ആ സമയത്തേക്കൊന്നും ഒരിക്കലും വെച്ചേക്കരുത്. നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ കറക്ഷൻ വിൻഡോ 25 മുതൽ 26 വരെയും ഓപ്പണാണ്. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് അവിടെ കൊടുക്കാനുണ്ടോ എങ്കിൽ ആ ഒരു അവസരവും നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചു കൊള്ളണം. അല്ലെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഒരു കറക്ഷന് വേണ്ടി പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. സോ അതുകൊണ്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്ന ജൂൺ 25 മുതൽ ജൂൺ 26 വരെയുള്ള ആ സമയവും കൃത്യമായി വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായത് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും നമുക്കിത് ഫൈനലായിട്ട് തന്നെ എടുക്കണം. 26, 27, 28 ജൂലൈ 26, 27, 28 ഈ 3 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. അപ്പോൾ 5 വിഷയങ്ങളിലായിട്ട് എക്സാം നടക്കും. കെമിക്കൽ സയൻസ്, എർത്ത് സയൻസ്, ലൈഫ് സയൻസ്, മാത്തമാറ്റിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ്. ഈ 5 വിഷയങ്ങളിലായിട്ട് 26, 27, 28 ജൂലൈ മാസം നിങ്ങൾക്ക് എക്സാമുകളുണ്ടാവും. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. അതിന് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. 3 മണിക്കൂറിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. സോ വീണ്ടും അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മീഡിയം മാറിയാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ഇൻ്റർഫേസുമായിട്ടുള്ളൊരു പരിചയക്കുറവും പിന്നെ നമ്മുടെ ഒരു പുതിയൊരു സാഹചര്യത്തിൽ ചെന്നിട്ട് പുതിയൊരു മെഷീൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പരിചയക്കുറവും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ആ കൺഫ്യൂഷൻസിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പോലുള്ള ആപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. കാരണം നിങ്ങൾ ആ ഒരു ഇൻ്റർഫേസുമായിട്ട് പരിചയമുണ്ടാവും. ഒരു സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കണ്ട് പേപ്പറിൽ അതിൻ്റെ റഫ് വർക്ക് ചെയ്ത് സ്ക്രീനിൽ അതിൻ്റെ ആൻസർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്, നമ്മൾ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് എഴുതുന്ന ടെസ്റ്റിനേക്കാൾ ഉപരി ഒരു വെർച്വൽ ആയിട്ടുള്ള ടെസ്റ്റ്, വെർച്വൽ ആയിട്ടുള്ള കീബോർഡുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാവും. സോ അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഏകദേശം 1 മാസം കൂടിയേ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ഈ 1 മാസം നിങ്ങൾ പഠിച്ചു തീരാത്തവർ ഒരു 3 ആഴ്ചയോളം എടുത്ത് പഠിച്ചു തീർക്കാനും ഒരാഴ്ച കംപ്ലീറ്റ് റിവിഷന് വേണ്ടി ഡിവോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 3 ആഴ്ച എന്തൊക്കെ പഠിക്കണം? നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്തായാലും നിങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും. അതിനകത്ത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത് ബി പാർട്ടിൽ വരുന്ന സിലബസിലെ ബി പാർട്ടിൽ വരുന്ന മാത്തമാറ്റിക്കൽ ഫിസിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഗ്രീൻസ് ഫംഗ്ഷന്, പിന്നെ ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പിന്നെ പ്രോബബിലിറ്റി തിയറി, ഗ്രൂപ്പ് തിയറി, പിന്നെ നമ്മുടെ ടെൻസർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാലും പ്രശ്നമില്ല. ബാക്കി വെക്ടർ അനാലിസിസ് ഒക്കെ നിങ്ങൾ വെക്ടർ കാൽക്കുലസ്, കോംപ്ലക്സ് അനാലിസിസ്, ലീനിയർ ഓൾജിബ്ര അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഫൊറിയർ ട്രാൻസ്ഫോം, ഫൊറിയർ സീരീസ്, ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. ഡിഫറൻഷ്യൽ ഇക്വേഷനും ഏകദേശം ഒരു അറിവുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലും നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാവുന്നത് നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അതുമായി ബന്ധപ്പെട്ട അലൈഡ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും.
പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളൊരു ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ ഫോർമലിസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് റിലേറ്റിവിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് തീർക്കാം. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും കൂടി ഒരാഴ്ച സമയമെടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ അടുത്ത ആഴ്ച ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആൾജിബ്ര മുതൽ പെർട്ടർബേഷൻ തിയറി വരെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പെർട്ടർബേഷൻ തിയറി പഠിക്കണം. അതിനകത്ത് നമ്മുടെ ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്ര തീർച്ചയായും നിങ്ങൾ പഠിക്കണം. ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്രയിൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്രയുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുമ്പോൾ നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, പിന്നെ വൺ ഡയമെൻഷണൽ ബോക്സ് പ്രോബ്ലം, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, വേവ് ഫംഗ്ഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, നോർമലൈസേഷൻ, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഏകദേശം തീരും. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലും നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അവിടെ മുതൽ പഠിക്കേണ്ടത് മാക്സ്വെൽസ് ഇക്വേഷൻസ് വരെയാണ്. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് പഠിക്കണം. നമ്മുടെ പോയിൻറ്റിംഗ് വെക്ടർ പോയിൻറ്റിംഗ് തിയറം, ലിനാർഡ് വിഷാർഡ് പൊട്ടൻഷ്യൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകണം. പിന്നെ നിങ്ങൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലേക്ക് വരണം. പിന്നെ മാക്സ്വെൽസ് ഇക്വേഷൻസ് പഠിക്കണം. മാക്സ്വെൽസ് ഇക്വേഷൻസ്, വേവ് ഗൈഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ വന്ന് പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വന്ന് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ ഗോസസ് ലോ വരെ നോക്കുക. എന്തായാലും നമുക്ക് കൂളംസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് പരിചിതമായിരിക്കുമല്ലോ. ഗോസസ് ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആഴ്ച ക്വാണ്ടം മെക്കാനിക്സും ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും, പിന്നെ അടുത്ത ആഴ്ച മൂന്നാമത്തെ ആഴ്ച നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഓരോ എൻസെമ്പിളുകൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എല്ലാത്തിനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്, ഓരോന്നിൻ്റെയും കർവുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ബാക്കി തെർമോഡൈനാമിക് വേരിയബിൾസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കണം. ന്യൂക്ലിയർ ഫിസിക്സിൽ പാർട്ടിക്കിൾ ഫിസിക്സ് കൃത്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഓരോ പാർട്ടിക്കിൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സബ് ക്ലാസ്, എങ്ങനെ ഏതൊക്കെ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഫീസിബിൾ ആണ്, അല്ലാതാവുന്നു, എന്തുകൊണ്ടാണ് അല്ലാതാവുന്നു, ഏതൊക്കെ കൺസർവേഷൻ ലോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പിന്നെ ന്യൂക്ലിയർ ഫിസിക്സിലെ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് പഠിച്ച് അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സും തീരും. പിന്നെ അത് കഴിഞ്ഞ് അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ്. അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സിലാണെങ്കിലും ഈ പറഞ്ഞ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ മുതൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും, നമ്മുടെ സ്പെക്ട്രോസ്കോപ്പീസ് എല്ലാം, NMR സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, പിന്നെ വൈബ്രേഷൻ ലെവൽസ്, റൊട്ടേഷൻ ലെവൽസ്, അങ്ങനെ ട്രാൻസിഷൻസ്, അതെല്ലാം പഠിച്ച് ഈ നമ്മുടെ അറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോഴത്തേനും നമ്മുടെ മൂന്നാമത്തെ ആഴ്ചയും തീരും. പിന്നെ നാലാമത്തെ ആഴ്ച നിങ്ങൾക്ക്, അപ്പം മൂന്നാമത്തെ ആഴ്ച നമുക്ക് 3 പേപ്പറുകളെങ്കിലും നിങ്ങൾ മിനിമം പഠിക്കണം. പിന്നെ പഠിക്കാൻ നമുക്ക് മിച്ചമുള്ളത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ് നാലാമത്തെ ആഴ്ച 2 ദിവസം എടുത്ത് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അപ്പം ഇലക്ട്രോണിക്സിൽ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാം. ഗെയ്ക്വാദിൻ്റെ ടെക്സ്റ്റ് എടുത്തിട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയർ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഏകദേശം കംപ്ലീറ്റ് ആയൊരു ഫീലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ കുറഞ്ഞ പക്ഷം ഇനിയുള്ള സമയം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ പരീക്ഷ വരെയുള്ള, പരീക്ഷയുടെ അന്ന് രാവിലെ വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ, എഴുതി വെച്ച നോട്ടുകൾ, നിങ്ങളുടെ ചെയ്ത പ്രോബ്ലംസ്, ഓരോ പ്രോബ്ലംസിനും ഓരോ രീതി ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതി വെച്ച നോട്ടുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഫോർമുല ബുക്കുകൾ, ഇതൊക്കെ വെച്ച് പഠിക്കാനുള്ള സമയമാണ്, റിവൈസ് ചെയ്യാനുള്ള സമയമാണ് ആ ഒരാഴ്ച. അപ്പോൾ ആ ആഴ്ചയും കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള സമയം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ 20 മണിക്കൂറെങ്കിലും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഉറക്കമൊക്കെ 4 മണിക്കൂർ മതി. പിന്നെ ബാക്കിയുള്ള ഉറക്കം എത്രയും നാളത്തെ എഴുതി വെച്ചോ, കുറിച്ച് വെച്ചോ. JRF കിട്ടിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് അത്രയും നാളത്തെ ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പം ഉറക്കമൊക്കെ കുറച്ച് കൂടുതൽ സമയം ഇരുന്ന് പഠിച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച്, ഇപ്പോൾ കോവിഡൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, പനി, ജലദോഷം, തുമ്മൽ, അലർജിയൊക്കെ ആയിട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ നമുക്ക് വളരെ നിർണായകമായ സമയമാണ്.
ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ എനിക്കൊരു തവണ നെറ്റ് എടുക്കാൻ പോയപ്പോൾ കലശലായ പനിയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് ആ തവണ നെറ്റോ JRF ഒന്നും കിട്ടിയില്ല. കാര്യം പഠിച്ചൊക്കെ പോയതാണ്, പക്ഷേ 2 മാർക്കിന് എനിക്ക് നെറ്റ് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യവും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം നോക്കിക്കോണം. പിന്നെ പഠിക്കുന്ന സമയമാണെങ്കിലും ഫോണൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കണം. ഇപ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആപ്പിൽ നോക്കി പഠിക്കുന്നവർക്ക് അത് നിവൃത്തിയില്ല. പക്ഷേ എന്നാലും ഫോണിലെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ആ വഴി അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. വാട്സാപ്പിൽ ഒരാളുടെ ഹായ് കണ്ടാൽ നമ്മൾ ആ വഴി അങ്ങ് പോയി ഫേസ്ബുക്കിൽ കയറി ഇൻസ്റ്റയിൽ കയറി അവിടെ പോയി തിരിച്ച് വരുമ്പോഴത്തേനും ഒരു 3 മണിക്കൂറെങ്കിലും കഴിയാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ പോയി തല വെക്കാതിരിക്കുക. കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ പ്രോബ്ലംസ് പരമാവധി ചെയ്യണം. ഒരു പ്രോബ്ലം പോലും വിട്ടുകളയാത്ത രീതിയിൽ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള സമയം ഈ തിയറിയൊക്കെ വായിച്ച് വെറുതെ ഇങ്ങനെ ഉൾപ്പുളക കൊണ്ടിരിക്കാതെ പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഏറ്റവും പിഴവ് പറ്റാൻ സാധ്യതയുള്ളൊരു ഭാഗം പ്രോബ്ലം ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ്. സോ ആ ഒരു ഭാഗം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. നന്നായിട്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് ഏത് രീതിയിൽ ഈ പ്രോബ്ലം പോയാൽ എനിക്ക് കൃത്യ ഉത്തരത്തിലെത്താം എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്നൊരു കഴിവൊന്നുമല്ല. മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇനിയുള്ള സമയം വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റാം. ഓരോ തെറ്റുകൾ പറ്റുമ്പോഴും നിങ്ങൾ നിരാശയിലോട്ട് പോകാതെ എന്തുകൊണ്ട് ആ തെറ്റ് പറ്റി എന്ന് അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള തെറ്റുകൾ വരാതിരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. തെറ്റുകളെ അനലൈസ് ചെയ്ത് തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുക. പിന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇനിയുള്ള സമയത്ത് മോഡൽ എക്സാമുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ മോഡൽ എക്സാമുകൾ വരുമ്പോൾ മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മോഡൽ എക്സാം പോലും മിസ്സാക്കാതെ. എല്ലാ ആഴ്ചയും നമുക്ക് വീക്കിലി എക്സാമുകളുണ്ട്, പിന്നെ മോഡൽ എക്സാമുകളും വരും. അപ്പോൾ ആ മോഡൽ എക്സാമുകൾ ഒരെണ്ണം പോലും മിസ്സൗട്ട് ആക്കാതെ എല്ലാ എക്സാമുകളും കൃത്യമായി അറ്റൻഡ് ചെയ്ത് കൃത്യം പഠനം ട്രാക്കിലാക്കി കൊണ്ടുപോവുക. സോ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. ടെൻഷനൊന്നും വേണ്ട. ടെൻഷൻ അടിച്ചാൽ ഈ പഠിച്ചതെല്ലാം മറന്നു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ നമ്മൾ എങ്ങനെ പരീക്ഷയ്ക്ക് പോകണം എന്നൊക്കെയുള്ളത് ഇനി നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. 1 മാസം സമയമുണ്ട്. പഠനത്തിൻ്റെ കാര്യത്തിലാണ് സമയമില്ലാത്തത്. സോ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഇരുന്ന് പഠിക്കുക. നിങ്ങൾ ഇനിയുള്ള സമയം മറ്റ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് അതിനൊന്നും പോകാതെ കൂടുതൽ സമയം പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ പഠനത്തോട് ബഹുമാനം കാണിക്കുന്നു എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടൂ. സോ ഇത് വെറുതെ ക്ലീഷയായിട്ട് പറയുന്നൊരു ഡയലോഗൊന്നുമല്ല. നമ്മൾ റെസ്പെക്റ്റ് കാണിച്ചാൽ വി വിൽ ഗെറ്റ് റെസ്പെക്റ്റ്. സോ അതുകൊണ്ട് സബ്ജക്റ്റിനോട് റെസ്പെക്റ്റ് കാണിക്കുക, പഠിക്കുന്ന കാര്യങ്ങളോട് റെസ്പെക്റ്റ് കാണിക്കുക, ചെയ്യുന്ന കാര്യങ്ങളോട് റെസ്പെക്റ്റ് കാണിക്കുക. അതൊക്കെ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠനത്തോട് യാതൊരു വിരക്തിയും പാടില്ല. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള അഡൾട്രേഷൻസും അതിൽ നടത്താൻ പാടില്ല. മാക്സിമം വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ പഠിച്ചാൽ, രാപകലില്ലാതെ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ. സോ നമ്മുടെ ജൂണിലെ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന 50 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PYQ ലൈവ് ക്ലാസ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് മാത്രം നിങ്ങളെ ജൂണിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലക്ഷ്യം. സോ യു വിൽ ഹാവ് ഹാൻഡ് പിക്ഡ് കോർ ടോപ്പിക് ക്ലാസ്സസ്. ഇന്നാപ്പിലുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അടങ്ങിയ ക്ലാസ്സുകൾ, എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകളായിരിക്കും ആപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ ലൈവ് സെഷൻസ് ഉണ്ടാകും. പിന്നെ 2 എക്സാംസ് പെർ വീക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. 2 എക്സാംസ് പെർ വീക്ക്. ഇനി നമ്മുടെ കുട്ടികൾക്കും 2 എക്സാംസ് പെർ വീക്കാണ്. അതായത് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ലോങ് ബാച്ചിനും ഒരു വീക്കിൽ 2 എക്സാമുകളാണ്. നമ്മൾ പിരിമുറുക്കം കൂട്ടും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുന്ന ഒരു എമൗണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 എക്സാംസ്
പെർ വീക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം 50 ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ വി ഹാവ് ക്രിയേറ്റഡ് എ മൊഡ്യൂൾ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ജൂണിലെ JRF ഉറപ്പിക്കാൻ, CSIR ഫിസിക്സ് JRF ഉറപ്പിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് വി വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. സോ യു ക്യാൻ കോൺടാക്ട് അസ്. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 50 ദിവസം കൊണ്ടും നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ഇത് കവർ ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ 50 ദിവസം കൊണ്ടും നിങ്ങൾക്ക് JRF ഉറപ്പിക്കാൻ യാതൊരു പ്രയാസവും കാണില്ല. നമ്മൾ തരുന്ന വർക്കൗട്ടുകൾ മുഴുവൻ ചെയ്ത് നമ്മൾ ഇടുന്ന എക്സാമുകൾ ആത്മാർത്ഥതയോടെ പഠിച്ച് എഴുതി അറ്റൻഡ് ചെയ്ത് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഒന്നുപോലും മിസ്സാക്കാതെ എല്ലാത്തിനും അറ്റൻഡ് ചെയ്ത് ആ തരുന്ന പ്രോബ്ലംസ് മിനിമം ഒരു 30 പ്രോബ്ലമെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്ത് ആ ക്ലാസ്സിൽ തന്നെ തനിയെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ച് ഇനി കിട്ടാത്തത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സഹായത്തോടെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പിന്നീട് പോയി ബാക്കി മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും 50 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് JRF ഉറപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രൊവൈഡഡ് ഞങ്ങൾ പറയുന്ന രീതിയിൽ യു വിൽ ഹാവ് ടു മൂവ്. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും 50 ദിവസത്തെ ഈ ക്രാഷ് ബാച്ച് കൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. സോ 50 ദിവസത്തെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ മിക്കവാറും ഞങ്ങൾക്ക് ഈ അവസാനം നിമിഷം കിട്ടുന്നത് കൊണ്ട് ബേസ് തൊട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് വരില്ല. സോ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഈ 50 ദിവസത്തെ ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യുന്നവർ യു വിൽ ഹാവ് ടു പുട്ട് ആൻ എക്സ്ട്രാ എഫർട്ട് ടു സ്റ്റഡി സംതിങ് ഓഫ് യുവർ ഓൺ. നിങ്ങൾ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ തനിയെ പഠിക്കുകയും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും കൂടി സമയം തികയത്തില്ല. ആകെ 50 ദിവസമല്ലേ നമുക്കുള്ളൂ. നമ്മുടെ കുട്ടികളെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം മുതലേ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് നമ്മൾ +2 പോർഷൻ മുതൽ അവരെ പഠിപ്പിച്ചു ആണ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ തനിയെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കുറേയൊക്കെ തനിയെ വർക്ക് ചെയ്യാനും കൂടെ തയ്യാറാണെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന കാര്യവും നിങ്ങൾ ചെയ്യുന്ന കാര്യവും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് തീർച്ചയായും 50 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് എത്താൻ പറ്റും എന്നുള്ള കാര്യം യാതൊരു തർക്കവും വേണ്ട. സോ അതുപോലെ തന്നെ നമ്മുടെ ഡിസംബറിലേക്കുള്ള എക്സാമുകൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ചൊല്ലി കേട്ടിട്ടുണ്ടാവും, ഏർലി ബേർഡ് ക്യാച്ചസ് ദ വേം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ ഡിസംബറിലേക്കുള്ള എക്സാമിൻ്റെ പ്രിപ്പറേഷനും നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു എക്സാമിൽ ജൂണിലെ എക്സാം കഴിഞ്ഞ് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതിയിരുന്നാൽ നമുക്ക് സമയം താമസിച്ചു പോകും. സോ ബേസ് മുതൽ പഠിക്കണം, ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായും ഇപ്പോൾ തന്നെ നമ്മുടെ ലോങ് ടൈം ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് നല്ലതാണ്. സോ വി വിൽ ഹാവ് ലൈവ് സെഷൻസ് വിത്ത് എക്സ്പെർട്ട് മെൻറ്റേഴ്സ്, കംപ്ലീറ്റ് സിലബസ് കവറേജ്, ഡെയിലി പ്രാക്ടീസ് ആൻഡ് മോക്ക് ടെസ്റ്റ് വിൽ ബി ഗിവൺ. ദെൻ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ നമ്മളെ സ്ഥിരം വിളിക്കുന്നതാണ്. എന്തായാലും ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ബ്രേക്ക് ഡൗണുകളുണ്ടാവും. പോകുന്ന വഴി നിങ്ങൾ തീർച്ചയായും തകരും. പോകുന്ന വഴി നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടാവും. കരഞ്ഞു കൂവി വിളിക്കുന്നവർ വരെ ഉണ്ട്, പാതിരാത്രിക്ക് വരെ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. ഒന്നൊരു പ്രശ്നമല്ല. അങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്, പഠിപ്പിക്കുന്ന എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന പിള്ളേർക്ക് ഉണ്ടാകാതിരിക്കുമോ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് സ്ഥിരം നമുക്ക് ഉണ്ടാകുന്നതായിരുന്നു. പക്ഷേ നമുക്കന്നേരം ഇതുപോലൊരു എക്സ്പെർട്ട് ഗൈഡൻസ് ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് ആൾക്കാരില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ട് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് എപ്പോൾ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കുകയും നമ്മൾ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേനും ഈ പ്രായത്തിലൊക്കെ ഞാൻ ഇനി പഠിച്ചിട്ട് എന്ത് നേടാനാണ്, ഇനി എനിക്കിത് പഠിച്ചിട്ട് വല്ലതും കിട്ടുമോ, ഞാൻ 28 വയസ്സായി, ഈ വർഷം എനിക്ക് JRF കിട്ടിയാൽ ഞാൻ റിസർച്ച് കഴിയുമ്പോഴത്തേനും 33 വയസ്സാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് സംസാരിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവരെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഇങ്ങനെ പല പല കാര്യങ്ങളായിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ഡിസംബറിലെ എക്സാമിന് വേണ്ടിയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ
നമ്മുടെ ലോങ് ടൈം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാം. ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അവസാനത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക, ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സമയമെടുത്ത് സാവകാശം നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാനായിട്ട് പറ്റും. സോ നിങ്ങളെല്ലാവരെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തവണ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും, ഞങ്ങളുടെ കുട്ടികൾക്കും ബാക്കി എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും JRF ഹോൾഡേഴ്സായിട്ട് കാണാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്